മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. തന്നെയും കുടുംബത്തെയും ദ്രോഹിച്ച് രണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്ന് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. മധ്യസ്ഥത പറഞ്ഞ് ഉമ്മൻചാണ്ടി കുടുംബം ഇല്ലാതാക്കി. തെരഞ്ഞെടുപ്പ് വന്നതോടെയാണ് ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചുവെന്ന് പുതിയ കഥ ഉണ്ടാക്കുന്നത്. ഇത്രയും കാലം ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടിയുമ്മന് അറിയാത്തൊരു രഹസ്യം തെരഞ്ഞെടുപ്പിന് തലേന്ന് ആരെ പറ്റിക്കാനാണ് പറയുന്നത്. ഉമ്മൻചാണ്ടി തന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ലേ? തന്റെ കുടുംബം തകർത്ത് തന്റെ മക്കളെയും തന്നെയും രണ്ട് വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയുമോ? ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയുമോ? ഉമ്മൻചാണ്ടിയല്ലേ തന്നെ ചതിച്ചത്? എന്ത് കുറ്റം ചെയ്തിട്ടാണ് തന്റെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത്? തന്റെ പേരിൽ ഏത് കേസാണുള്ളത്? ഒരു കുടുംബ വഴക്കിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ച് തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചെന്നും കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. പത്തനാപുരത്ത് ചാണ്ടിയുമ്മൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു കെ.ബി. ഗണേഷ് കുമാർ. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ആണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ചാണ്ടിയുമ്മൻ ആരോപിച്ചത്. പത്തനാപുരം മാങ്കോട് നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയായിരുന്നു ചാണ്ടിയുടെ പരാമർശം. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തന്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. തന്റെ പിതാവും ആർ ബാലകൃഷ്ണപിള്ളയും തമ്മിലുള്ള ബന്ധം അത്രയ്ക്കും ദൃഢമായിരുന്നു. ഗണേഷ് കുമാറിന്റെ അമ്മയെ താൻ ആന്റിയെന്നാണ് വിളിക്കാറ്. തന്നെ സ്നേഹിച്ചതുപോലെയാണ് ഗണേഷ് കുമാറിനെയും അപ്പൻ സ്നേഹിച്ചത്. എന്നിട്ടും സോളാർ കേസിൽ വിവാദമായ 18 പേജുള്ള കത്ത് എങ്ങനെ 24 പേജായി? അത് കോടതിയുടെ പരിഗണനയിലാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്നായിരുന്നു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ചാണ്ടിയുമ്മൻ പ്രസംഗിച്ചത്.